എൻ പ്രശാന്ത് IASനെതിരായ ചാർജ് മെമ്മോയിൽ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടി. മെമ്മോയിൽ ഉന്നയിച്ച കാര്യങ്ങളിൽ വ്യക്തത തേടിയാണ് പ്രശാന്ത് ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടിയത്. പരാതിയില്ലാതെ ചാർജ് മെമ്മോ നൽകിയത് എന്തിനെന്ന് എൻ പ്രശാന്ത് വിശദീകരണത്തിൽ ചോദിക്കുന്നു. എൻ പ്രശാന്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അസാധാരണ നീക്കങ്ങളാണ്. ചീഫ് സെക്രട്ടറിയോട് ചാർജ് മെമ്മോയിൽ വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് സസ്പെൻഷനിലായ IAS ഉദ്യോഗസ്ഥൻ. സാധാരണഗതിയിൽ IAS ഉദ്യോഗസ്ഥർക്ക് അച്ചടക്ക നടപടിയുടെ ഭാഗമായി കുറ്റാരോപിത മെമ്മോ നൽകുന്നത് പതിവാണ്. നോട്ടീസിന് മറുപടി നൽകിക്കൊണ്ട് സസ്പെൻഷൻ പിൻവലിക്കാനുള്ള നീക്കങ്ങളാണ് IAS ഉദ്യോഗസ്ഥർ നടത്താറുള്ളത്. എന്നാൽ പ്രശാന്ത് നിയമപരമായി പോരാടാനുറച്ച് മുന്നോട്ട് പോവുകയാണ്. സസ്പെൻഡ് ചെയ്യുന്നതിന് മുൻപ് എന്തുകൊണ്ട് തന്റെ ഭാഗം കേട്ടില്ല എന്നും അത് സ്വാഭാവിക നീതിയുടെ നിഷേധമാണ് എന്നുമുള്ള ചോദ്യമാണ് എൻ പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് നേരെ ഉയർത്തുന്നത്. ആരുടെയും പരാതിയില്ലാതെ തനിക്കെങ്ങനെ ചാർജ് മെമ്മോ നൽകി, ആരാണ് പരാതിക്കാരൻ എന്നറിയാനുള്ള ഉത്തരവാദിത്വം തനിക്കുണ്ട് എന്നെല്ലാം ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ പറയുന്നു. സസ്പെൻഡ് ചെയ്യാനുള്ള പ്രധാന കാരണമായി പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വഴിയുള്ള തർക്കങ്ങളാണ്. ഫേസ്ബുക്ക് പേജിന്റെ സ്ക്രീൻഷോട്ടാണ് പ്രധാന തെളിവായി പറയുന്നത്. സ്ക്രീൻഷോട്ട് തെളിവായി ശേഖരിച്ചത് ഏത് സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഫോണിൽ നിന്നാണെന്ന് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെടുന്നു. ഇതിന്റെ ആധികാരികത സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വേണമെന്നും പ്രശാന്ത് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന നീക്കത്തെ കരുതലോടെയാണ് സർക്കാർ കാണുന്നത്. പ്രശാന്ത് നിയമ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് വിവരം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.